ചീഫ് സെക്രട്ടറിക്ക് വീണ്ടും കത്തയച്ച എൻ പ്രശാന്ത് സസ്പെൻഷൻ ആധാരമായ ഡിജിറ്റൽ തെളിവുകൾ നൽകണമെന്നാവശ്യപ്പെട്ടാണ് കത്തയച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും ചന്തു ചന്ദ്രശേഖർ ചേരുന്നുണ്ട്. ചന്തു, എന്താണെങ്കിലും എൻ പ്രശാന്ത് പിടിവിടാനുള്ള സാഹചര്യം ഒരുങ്ങുന്നില്ല, എന്താണെങ്കിലും പിന്നാലെ തന്നെയുണ്ട്. എന്താണ് പുതുതായുള്ള കത്തിലെ ആവശ്യങ്ങൾ? തീർച്ചയായിട്ടും സംഗീത സൂചിപ്പിച്ചതുപോലെ തന്നെ സസ്പെൻഷനിലായെങ്കിലും നിലപാടിൽ മാറ്റമില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് എൻ പ്രശാന്ത് വീണ്ടും ചീഫ് സെക്രട്ടറിക്ക് ഈ കത്തയച്ചതിൽ കൂടി വ്യക്തമാകുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു കത്ത് ചീഫ് സെക്രട്ടറിക്ക് എൻ പ്രശാന്ത് അയച്ചിരിക്കുന്നത്. അതിൽ പ്രധാനമായും അദ്ദേഹം ആവശ്യപ്പെടുന്നത് തൻ്റെ സസ്പെൻഷൻ ആധാരമായ ഡിജിറ്റൽ തെളിവുകൾ അത് പരിശോധിക്കാനുള്ള അവസരം നൽകാമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഈ ഉത്തരവിൽ പറയുന്നതനുസരിച്ച് കഴിയണം. ഇപ്പോൾ ആ നിലപാടിൽ നിന്നും പിന്നോട്ട് പോകുന്നത് ശരിയല്ല. അതുകൊണ്ട് ഈ ഡിജിറ്റൽ തെളിവുകൾ പരിശോധിക്കാൻ തന്നെ അനുവദിക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. 4 പേജുള്ള കത്താണ് ചീഫ് സെക്രട്ടറിക്ക് എൻ പ്രശാന്ത് അയച്ചിരിക്കുന്നത്. കത്തിൽ ഈ ഡിജിറ്റൽ പരിശോധിക്കാൻ തനിക്കുള്ള സ്വാതന്ത്ര്യം ചൂണ്ടിക്കാട്ടുന്ന തരത്തിൽ എവിഡൻസ് കോടതി വിധികളും ാണ് ചീഫ് സെക്രട്ടറിക്ക് എൻ പ്രശാന്ത് കത്ത് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ കത്തിന് ചീഫ് സെക്രട്ടറി മറുപടി നൽകിയിട്ടില്ല. നേരത്തെയും ഇത്തരത്തിൽ ചീഫ് സെക്രട്ടറിക്ക് എൻ പ്രശാന്ത് കത്ത് നൽകിയിരുന്നു. അപ്പോൾ നേരത്തെ ചീഫ് സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിരുന്നു, അല്ലെങ്കിൽ സർക്കാരിന്റെ നിലപാടനുസരിച്ചാണ് ഈ ഇദ്ദേഹത്തെ സസ്പെൻഷൻ ചെയ്തത്. അപ്പോൾ അത് ഔദ്യോഗിക കാര്യത്തിൽ സെക്രട്ടറി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കത്തുകൾക്ക് മറുപടി നൽകേണ്ട കാര്യമില്ല എന്ന് നേരത്തെ തന്നെ ചീഫ് സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയിരുന്നു. അത് തന്നെ ഇപ്പോഴും തുടരാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും എൻ പ്രശാന്ത് പക്ഷേ പിന്നോട്ടില്ല എന്ന് വ്യക്തമാക്കുന്ന കത്താണ് ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് അയച്ചിരിക്കുന്നത്. അത് ഒഴിവാക്കാനാണ് സ്വാഭാവികമായും ചീഫ് സെക്രട്ടറി അതിന് മറുപടി നൽകാതെ ഒഴിവാക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. പക്ഷേ ഇത്തരത്തിൽ വീണ്ടും തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് എൻ പ്രശാന്ത് കത്തയക്കുന്ന സാഹചര്യമുണ്ട്. അത് സ്വാഭാവികമായും ഒരു സമ്മർദ്ദം സർക്കാരിന് മേൽ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കാണുന്നുണ്ട്. നേരത്തെ അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ ഓർഡറിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ജയതിലകനെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ നടത്തി. കൂടാതെ ഇത്തരം പരാമർശങ്ങൾ മാധ്യമങ്ങളിൽ തന്നെ ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിനിടയാക്കി. ഇത് സ്വാഭാവികമായും ഒരു ഭരണ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്ന നിലയിൽ പാലിക്കേണ്ട ചില പ്രോട്ടോകോളുകളുണ്ട്. അതിന്റെ ലംഘനമാണ്, അച്ചടക്ക ലംഘനമാണ് എന്ന് കൃത്യമായി വ്യക്തമാക്കിയിരുന്നു. ഈ സസ്പെൻഷൻ ഉത്തരവാണ് ഇത്തരം ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തെ സസ്പെൻഷൻ ചെയ്യുന്നത്. എന്തായാലും ചീഫ് സെക്രട്ടറിക്ക് വീണ്ടും കത്തയച്ചിരിക്കുകയാണ് എൻ പ്രശാന്ത് IAS. ചന്തു ചന്ദ്രശേഖരാണ് തിരുവനന്തപുരത്തു നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്.